بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇഖ്റ ഗ്രൂപ്പിൽ ഇന്നലെ നമ്മൾ ആരംഭിച്ച സംവാദം സമസ്ത വിഭാഗങ്ങളും സലഫികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള അഖീദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ്, അഥവാ ഇസ്തിഗാസ സംബന്ധിച്ച. റബ്ബിനോട് നടത്തേണ്ട ഇസ്തിഗാസ നമ്മൾ സൃഷ്ടികളോട് നടത്താൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. സലഫികൾ വാദം എഴുതിയത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ നാട്ടിൽ നടന്നുവരുന്ന ജീലാനി രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, നബിയെ പാപം പൊറുക്കണേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ ശിർക്കും ഹറാമുമാകുന്നു എന്നുള്ളതാണ് നമ്മൾ വാദമായി എഴുതിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അമ്പിയാക്കളെ അയച്ചത് മുഴുവൻ ഈ ഒരു വാദം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അല്ലാഹു നബിയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ഖുൽ അനദൂ മിൻ ദൂനില്ലാ മാ ലാ യൻഫഉനാ വലാ യദുറുനാ വനുറദ്ദു അലാ അഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ്. പറയുക നബിയെ, അല്ലാഹുവെ കൂടാതെയുള്ളവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയോ അഥവാ ദുആ ചെയ്യുകയോ ഇസ്തിഗാസ ചെയ്യുകയോ. ഖുൽ അനദൂ മിൻ ദൂനില്ലാ, ദുആ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേന്ന് നടത്തിയ ഹൃദയസ്പർശിയായ ദുആഇനെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്നാണ്. അപ്പോൾ അല്ലാഹുവെ കൂടാതെ ഉള്ളവരോട് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുകയോ, ഇനി ആരോടാണ് ഇസ്തിഗാസ ചെയ്യുന്നത്? മാലാ യൻഫഉനാ വലാ യദുറുനാ, ഞങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്തവരായ. വനുറദ്ദു അലാ അഖാബിനാ, അതേപോലെ ഞങ്ങളുടെ പിൻകാലുകളിൽ മടങ്ങുകയോ, അതായത് തൗഹീദ് സ്വീകരിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങൾ ശിർക്കിലേക്ക് തന്നെ പോവുകയെ. ബഅദ ഇദ് ഹദാനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങൾ പിറകോട്ട് തന്നെ മടങ്ങുകയോ എന്ന് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അഖില അമ്പിയാക്കളും തങ്ങളുടെ പ്രബോധിതരോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സൂറത്തുൽ അൻആമിലെ 71-ാമത്തെ ആയത്ത്. തുടർന്ന് ഇപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾ പൈശാചികമായ അന്ധാളിപ്പിലകപ്പെട്ടവരാണ് എന്നുകൂടി ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ഏഴെല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. അന്നൽ മഖ്സൂദ മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്നുള്ള മനസ്സിലാക്കാവുന്ന കാര്യം, ഇതിന്റെ ലക്ഷ്യം അറദ്ദു അല അബദത്തിൽ അസ്നാം, വിഗ്രഹങ്ങളെ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ ആരാധിക്കുന്ന അവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വഹിയ മുഅക്കിദത്തുൻ ലിഖൗലില്ലാഹി തആല ഖബ്ല ദാലിക്, അത് തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ കഴിഞ്ഞുപോയ ഒരു വചനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ പറയുക നബിയെ, ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ അഥവാ ഇസ്തിഗാസ ചെയ്യുന്നവർ, അങ്ങനെ ഇസ്തിഗാസ ചെയ്യുന്നവരായ ആളുകളെ ഞാൻ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക അഥവാ അവർക്ക് പ്രാർത്ഥനകൾ ഇബാദത്തിന്റെ ഇനങ്ങൾ അർപ്പിക്കുക എന്നത് ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ആയത്തിനെ ബലപ്പെടുത്തുന്നതാണിത്. ഫഖാല, എന്നിട്ട് പറയാണ്, ഖുൽ നബിയെ പറയുക, അനദൂ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരോട് ഞാൻ ദുആ ചെയ്യുകയാണോ? ഐ അനഅബുദു മിൻ ദൂനില്ലാ, അതായത് അല്ലാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കുകയാണോ? അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ദുആയാണ് അല്ലെങ്കിൽ ഇസ്തിഗാസയാണ് എന്നാണ് ഈ ആയത്തിലൂടെ ബലപ്പെടുത്തുന്നത്. ഐ അനഅബുദു മിൻ ദൂനില്ലാ എന്നർത്ഥം. ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ അവരോട് ഇബാദത്ത് ചെയ്യുകയാണോ എന്നർത്ഥം. അപ്പൊ റബ്ബ് അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്ന ദുആ അത് ഇബാദത്തായി തീരും. ഇബാദത്താണെങ്കിൽ റബ്ബിന് മാത്രം കൊടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സമസ്തക്കാർക്കും തർക്കമില്ല. ഇവരുടെ ഇസ്തിഗാസ ഇബാദത്താണോ എന്ന കാര്യത്തിലാണല്ലോ, അതും തർക്കിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നതിന്റെ ചുരുക്കം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, മുഅ്ജിസത്തും കറാമത്തും അങ്ങനെ ആളുകൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കാനുള്ള കഴിവാണ്? ഒരിക്കലുമല്ല. ആവശ്യമാണെങ്കിൽ ഞാനത് പിന്നീട് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെ നിയോഗിച്ചാൽ അത് നബിയാണ് എന്ന് ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധാരണ ജനങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അത്ഭുതകരമായ അമാനുഷികമായ കാര്യങ്ങൾ അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ചെയ്യുന്നതാണ്. തന്നിഷ്ടപ്രകാരം എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റിയ സംഗതിയല്ല. ഉദാഹരണത്തിന് മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി, അതൊരു മുഅ്ജിസത്താണ്. ഇതിനർത്ഥം ഏത് സമയത്ത് വടി നിലത്തിട്ടാലും പാമ്പാവുന്നതാണോ? ഒരിക്കലും അല്ല. അതേ വടി കൊണ്ട് ചില സമയത്ത് കടലിനെ അടിച്ചപ്പോൾ അത് പിളർന്നു. എപ്പോൾ വന്നിട്ട് പിന്നെ ഒരു കടത്തുകാരനെ പോലെ കടലിന്റെ വക്കിൽ നിന്ന് ഇങ്ങനെ യാത്രക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വടി അടിച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ? ഇല്ല. അത് അതാതു സമയത്തേക്കാണ്. ഈസാ അലൈഹി സ്വലാം മരണപ്പെട്ടുപോയ ഏതാനും ചില വ്യക്തികളോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എണീറ്റ് വരാൻ പറഞ്ഞു. അല്ലാതെ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും എണീപ്പിച്ചു കൊണ്ടുവരിക എന്ന രീതി ഈസാ നബിക്ക് സാധ്യമായിരുന്നു. ഇന്നും മരിച്ചുപോയ നമ്മളെ വാപ്പാര് വല്യപ്പാരൊക്കെ മരിച്ചുപോയാൽ അവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഈസാ നബിയോട് തേടാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു മാതൃക നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഒരാളൊരു പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടി അപ്പോൾ പിന്നെ ആ ഉത്തരം നൽകാൻ അള്ളാഹു കൊടുക്കുന്ന അത്ഭുതകരമായ കഴിവൊന്നുമല്ല മുഅ്ജിസത്ത്. നേരെ മറിച്ച് റസൂലാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം അവർക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അത് തന്നെ ദുനിയാവിലാണ്, അവർ നബിമാരായിരിക്കുന്ന സമയത്താണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു നബി വഫാത്തായതിനു ശേഷം പിന്നീട് വീണ്ടും അവർ മരണശേഷവും അവരെ
വിളിച്ചാൽ, ഈസാ നബി ആണെങ്കിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ വിളിച്ചാൽ ആ വിളിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അത്ഭുതകരമായ കഴിവൊന്നുമല്ല മുഅ്ജിസത്ത്. ഇംതാഉൽ അസ്മായിൽ ഇമാം മഖ്രിസി റഹിമഹുല്ലാഹ്, ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, മുഅ്ജിസത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വഅമ്മൽ മുഅ്ജിസത്തു ഫഇന്നഹ അലാ ത്വരീഖത്തിൽ മുതകല്ലിമീൻ അംറുൻ യൽഹറു ബിഖിലാഫിൽ ആദ. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അത് പതിവിനെതിരായി നടക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, സാധാരണ പതിവിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയില്ല. പക്ഷെ എവിടെ വെച്ച്? ഫീ ദാരി തക്ലീഫ്, ദുനിയാവിൽ, ഭൗതിക ലോകത്ത്. നമുക്ക് തക്ലീഫുള്ള നിസ്കരിക്കലും നോമ്പ് നിൽക്കലൊക്കെ നിർബന്ധമായ ആ ലോകത്ത്, അഥവാ ഈ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ്, നമുക്ക് ആലമുൽ ബർസഖിലല്ലല്ലോ തക്ലീഫ്, മഹ്ശറിലല്ലല്ലോ തക്ലീഫ്, തക്ലീഫ് ദുനിയാവിലാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന പതിവിന് വിരുദ്ധമായി പ്രത്യക്ഷപ്പെടുന്ന, അമ്പിയാക്കളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അതെന്തിനു വേണ്ടിയാ? ലി ഇൽഹാരി സിദ്ഖി മുദ്ദഇ നുബുവ, ഞാൻ നബിയാണ് എന്ന് വാദിക്കുന്ന ഒരാൾ ആ പറയുന്നത് സത്യമാണ് എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ അതായത് ആ മുഅ്ജിസത്ത് മുഖേന വെല്ലുവിളി നടത്തുകയാണ്. ആ വെല്ലുവിളിയിൽ എന്താണ്? അത് ഏറ്റെടുക്കാൻ ശത്രുക്കൾക്ക് കഴിയാത്തൊരവസ്ഥ വരും. അതുപോലൊന്നും കൊണ്ടുവരാൻ എതിരാളികൾക്ക് സാധിക്കാത്ത ഒരു ദുർബലാവസ്ഥ വരും എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് വഖുയ്യിദ ബിദാരി തക്ലീഫ്, മുഅ്ജിസത്ത് നടക്കുക എന്നത് ദാറു തക്ലീഫുമായി, ദുനിയാവുമായി അത് ബന്ധപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഖൈദാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലിഅന്ന മാ കാന ഫിൽ ആഖിറതി മിൻ ഖിലാഫിൽ ആദത്തി ലാ യകൂനു മുഅ്ജിസ. ആഖിറത്തിൽ എന്തെങ്കിലും ഒരു പതിവിന്, ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എതിരായി നടന്നാൽ അതിന് മുഅ്ജിസത്ത് എന്ന് പറയാറില്ല. ആഖിറത്തിൽ നടക്കുന്നതൊക്കെ ദുനിയാവിൽ നടക്കുന്നതിന് വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലോ, അതിനാരും മുഅ്ജിസത്ത് എന്ന് പറയാറില്ല. അപ്പോൾ മരണാനന്തരം വെളിപ്പെടുത്തുന്ന ഒരു സംഗതിയല്ല, അമ്പിയാക്കളിൽ മരണാനന്തരം, അവരുടെ മരണാനന്തരം വെളിപ്പെടുന്ന ഒരു സംഗതിയല്ല മുഅ്ജിസത്ത് എന്നാണ് അഹ്ലുസുന്നയുടെ ഇമാമുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കറാമത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വൽ കറാമാത്തു അന്നൽ അംബിയാ അലൈഹിമുസ്സലാം മഅ്മൂറൂന ബി ഇൽഹാരിഹാ വൽ വലിയു യജിബു അലൈഹാ സത്റുഹാ വ ഇഖ്ഫാഉഹാ. കറാമാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഅ്ജിസത്തുകൾ പ്രത്യക്ഷപ്പെടുത്താൻ കൽപ്പിക്കപ്പെട്ടവരാണ്. എന്നാൽ ഒരു വലിയാണെങ്കിൽ യജിബു അലൈഹി സത്റുഹാ വ ഇഖ്ഫാഉഹാ, അവരത് മറച്ചുവെക്കാൻ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ് എന്നാണ് കറാമത്തിന്റെ പൊതു നിയമമായി അബ്ദുൽ ഖാദർ ജീലാനി അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ കറാമത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടത് എന്താ? വലാ ബുദ്ദ മിൻ അൻ തകൂനൽ കറാമത്തു ഫിഅലൻ നാഖിലൻ ലിൽ ആദതി ഫീ അയ്യാമിത് തക്ലീഫ്. കറാമത്ത് നടക്കുക എന്നുള്ളതും അത് പതിവിന് എതിരായി തക്ലീഫിന്റെ നാളുകളിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നടക്കേണ്ട ഒരു സംഗതിയാണ് കറാമത്ത്. ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ ദുനിയാവല്ല, അത് തക്ലീഫിന്റെ ലോകമല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ നമ്മളിവിടെ ചർച്ചാ വിഷയത്തിന്റെ പ്രസക്തമായ ഭാഗവും അതാണല്ലോ. ദുനിയാവിൽ കറാമത്തുകൾ വെളിപ്പെടുകയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് മുഅ്ജിസത്തുകൾ വെളിപ്പെടുകയില്ല എന്നതും ഒരിക്കലും ഒരു സാമാന്യ വിശ്വാസമുള്ള ഒരു മുസ്ലിം പോലും അത് പറയുകയില്ല. എന്നാൽ മരണപ്പെട്ടതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് വെളിപ്പെടുത്തിയിട്ട് ആ മുഅ്ജിസത്ത് മുഖേന സഹായം തന്നുകൊണ്ടിരിക്കുന്നു എന്ന മുസ്ലിയാക്കന്മാരുടെ വാദം അത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് എതിരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബുസ്താനുൽ ആരിഫിനിൽ പറഞ്ഞിരിക്കുന്നത് കറാമത്ത് നടക്കുന്നത്, അത് സംഭവിക്കുന്നത് അനിവാര്യമാണ്. എവിടെ വെച്ചേ നടക്കാൻ പാടുള്ളൂ? അത് നടക്കുന്നത് അയ്യാമുത്ത് തക്ലീഫിലായിരിക്കണം എന്നുള്ളതാണ്. ധാരാളം വിഷയങ്ങൾ ഈ കാര്യത്തിൽ നമുക്ക് വേറെയും ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഅ്ജിസത്തോ കറാമത്തോ മരണാനന്തരം അമ്പിയാക്കളിലോ ഔലിയാക്കളിലോ പ്രത്യക്ഷമാകുന്ന ഒരു സംഗതിയല്ല. ഇനി അത് പ്രത്യക്ഷമാകുന്ന നാളുകളിൽ തന്നെ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനായി അള്ളാഹു കൊടുക്കുന്ന കഴിവും അല്ല. മാത്രവുമല്ല, പ്രാർത്ഥന നടത്തേണ്ടത് ആരോടാ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. ഖുൽ, പറയുക നബിയെ, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ അഥവാ ഇസ്തിഗാസ ചെയ്യൂ. വല ഉശ്രികു ബിഹി അഹദ, അള്ളാഹുവിൽ ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പൊ അള്ളാഹു എന്നെ രക്ഷിക്കണേ, അള്ളാഹു എന്റെ പാപം പൊറുക്കണേ എന്ന് പറയുന്നതിന് പകരം അബ്ദുൽ ഖാദർ ജീലാനി എന്നെ രക്ഷിക്കണേ, മുഹമ്മദ് നബി എന്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. മുഹമ്മദ് നബി പറയാണ്, ഞാൻ അങ്ങനെ വല ഉശ്രികു ബിഹി അഹദ, പ്രാർത്ഥന സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ട് ശിർക്ക് വെക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ മിൻ ഖൽബി, ആരെങ്കിലും തന്റെ കൽബിൽ ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ എന്താണ്? സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ തിന്മ എന്താണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു. സ്വഹാബികൾ പറയാണ്, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അള്ളാഹുവെ പോലെ ഈ ലോകം സൃഷ്ടിക്കുന്ന, എല്ലാറ്റിനും കഴിവുള്ള, സ്വയമായി കഴിവുകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഇലാഹിൽ വിശ്വസിച്ചതല്ല ശിർക്കായത്. നേരെ മറിച്ച് മഹാന്മാർ അല്ലെങ്കിൽ അമ്പിയാക്കൾ, അത്തരം ആളുകൾ തന്നെ അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മക്ബറുകളിൽ ഭജനമിരിക്കുകയും ആ ഖബറുകളെ വന്ദിക്കുകയും പിന്നീട് അത് വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നിടത്തേക്ക് പരിവർത്തനം വരികയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തെപ്പോലുള്ളവർ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അവർ മഹാന്മാരായ ആളുകൾ മരണപ്പെട്ടു പോയാൽ അവർ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലെന്നും അള്ളാഹുവിന്റെ അരികിൽ ജീവിച്ചിരിക്കുകയാണ് എന്നും അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് തങ്ങളുടെ കാര്യങ്ങൾ നേടിത്തരുമെന്നാണ് വിശ്വാസം. സമസ്തക്കാരുടെ വിശ്വാസം അങ്ങനെ തന്നെ. മൊയ്തീൻ ശേഖനെ വിളിച്ചാൽ, അതേപോലെ തന്നെ ഓച്ചർ ഒപ്പാപ്പാനെ വിളിച്ചാൽ, മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിച്ചാൽ അവർ റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് കാര്യം നേടിത്തരുമെന്നതാണ് വിശ്വാസം. എന്നാൽ ശുപാർശകർ എന്നത് ഈ അർത്ഥത്തിൽ ഇലാഹുകളെ കുറിച്ച് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാം, വമാ നറാ മഅക്കും ശുഫാഅക്കും, മുശ്രിക്കിനോട് പറയാം, നിങ്ങളെ ശുഫാഇനെ നിങ്ങളെ കൂടെ കാണുന്നില്ലല്ലോ, ഇലാഹിനെ കാണുന്നില്ലല്ലോ എന്നാ പറയേണ്ടത്. ഖുർആൻ പറഞ്ഞത് ശുഫാഅക്കും, അതായത് അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ, നിങ്ങൾ ജൽപ്പിച്ചിരുന്നു അവർ നിങ്ങളിൽ പങ്കാളികളാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തരുന്ന കാര്യങ്ങളൊക്കെ ഈ ശുഫാഇനോട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ നേടിത്തരും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ട് അവരെ കാണാനില്ലല്ലോ. ലഖദ് തഖത്തഅ ബൈനക്കും, നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ബന്ധങ്ങളൊക്കെ മുറിഞ്ഞുപോയി. പരലോകത്ത് നിങ്ങൾ വിളിച്ചു തേടിയ ഒരു നബിയെയും ഒരു വലിയനെയും ഒരു ഷഫീഇനെയും കാണുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഫഹല്ലനാ മിൻ ശുഫാഅ, നമുക്ക് ശുഫാക്കളിൽ ഉണ്ടോ, ഫശശ്ഫഉ ലനാ, എന്നിട്ട് അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇലാഹുകളെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 53-ാമത്തെ ആയത്തിലും കാണിക്കുന്നത്. ഇനി സൂറത്ത് റൂമിലേക്ക് വരുമ്പോൾ വലം യകുൽ ലഹും മിൻ ശുറകാഇഹിം ശുഫാഅ, അവർക്ക് അവരുടെ പങ്കാളികളിൽ നിന്ന് ശുപാർശകർ ഉണ്ടായിരുന്നില്ല, അവർ വിചാരിച്ചത് ശുപാർശകരാണ്. വകാനു ബിശുറകാഇഹിം കാഫിരീൻ, അവർ തന്നെ എന്ത് ചെയ്യും, അവരുടെ ശുറകാഇനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം വരും. ഖുർആൻ ചോദിക്കുന്നത് അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫാഅ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ശുഫാഇനെ സ്വീകരിക്കുകയാണ്, ശഫാഅത്ത് ചെയ്യും എന്ന വിശ്വാസത്തിൽ ആളുകളെ സ്വീകരിക്കുകയാണ്, അതായത് മഹാന്മാരെയും അമ്പിയാക്കളെയും സ്വീകരിക്കുകയാണെന്ന ഖുർആന്റെ ചോദ്യം. ഇവിടെ ശുഫാഅ എന്ന് പറഞ്ഞാൽ മഹാന്മാരും അമ്പിയാക്കളും ഒക്കെ റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും എന്ന മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ആ ശുഫാഅ ഇലാഹുകളാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. സൂറത്ത് സുമറിലെ 43-ാമത്തെ ആയത്താണ് ഞാൻ കേൾപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ അൽ ഖുദ്റത്തുൽ ഇലാഹിയത്തിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് ലാ യസ്ഹു തഅവ്വുദു ഇല്ലാ ബിമൻ ഖദറ അലാ ഇസാലത്തി മസ്തുഇദ ബിഹി മിൻഹു എന്നാണ്. അതായത് നിങ്ങൾ ഒരാളോട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ രക്ഷിക്കാൻ കഴിവുള്ളവരോടല്ലാതെ രക്ഷ ചോദിക്കുക എന്നത് സ്വഹീഹാവുകയില്ല എന്നാണ് ഫത്ഹുൽ ബാരിയിൽ 11:513 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അമ്പിയാക്കളെ വിളിച്ചാലും ഔലിയാക്കളെ വിളിച്ചാലും നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ തരാനോ അവർക്ക് കഴിയുകയില്ല. വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ അത് കഴിയില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല, അമ്പിയായിനെയും ഔലിയായിനെയും മലക്കുകളെയും ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 56-57 ആയത്തിൽ പറയുന്നത് കാണാം. ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനി, അല്ലാഹു അല്ലാതെ നിങ്ങൾ ജൽപ്പിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ വിളിച്ചോളൂ. ഏത് ഷെയ്ഖാണെങ്കിലും ബീവി ആണെങ്കിലും നബി ആണെങ്കിലും അവരൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. ഫലാ യംലികൂന കശ്ഫൽ ദുര്യാൻകും വലാ തഹ്വീല, ദുരിത നിവാരണമോ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തലോ ഒരിക്കലും അവർ ചെയ്യുകയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആരാ ശരിക്കും? അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയിലെ വദ് സുവാഇനെ പോലുള്ളവർ അതേതായിരുന്നു? ആ നാട്ടിൽ ജീവിച്ച മഹാന്മാരായ ആളുകളാണ്. ഫഹം ഫലമ്മ ഹലകു ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, അവർ മരണപ്പെട്ടപ്പോൾ ശൈത്താൻ ആ ജനതക്ക് ബോധനം നൽകി, അൻസിബു ഇലാ മജാലിസിഹിം, അവരുടെ മജ്ലിസുകളിലേക്ക് നിങ്ങൾ ചെന്ന് കഴിച്ചു കൂട്ടണം. അല്ലത്തീകാനു യജ്ലിസൂന അൻസ്വാബൻ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ നാട്ടിവെക്കണം അവരുടെ രൂപങ്ങൾ. അവർ എന്നിട്ടോ വസമ്മുഹാബി അസ്മാഹിം, ആ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ അവരുടെ പേരിടണം. ഫഫഅലു, അവരങ്ങനെ പ്രവർത്തിച്ചു. ഫലം തുഅബദ്, അവരെന്താണ് ഫലം തുഅബദ്, അത് ആരാധിക്കപ്പെട്ടില്ല. അപ്പൊ ആദ്യ രംഗത്ത് ഈ മഹാന്മാരെ ആരാധിച്ചിട്ടൊന്നുമില്ല, രൂപം ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിങ്ങനെ നാട്ടിവെച്ചു. ഹത്താ ഇദാ ഹലക ഉലൈക, ആ തലമുറ മരിച്ചു പോയപ്പോൾ എന്താണ് വ തുൻസഹുൽ ഇൽമു, അറിവ് ഇല്ലാതായിപ്പോ. എന്തിനാണ് നാട്ടിവെച്ചെന്ന് ആളുകൾ മറന്നുപോയി. ഉബിദത്, അത് ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇതാണ് ഇപ്പൊ സമസ്തക്കാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരുടെ ഖബറിന്റെ അരികിൽ ചെല്ലുന്നു, ആ കടത്തിവെച്ച വിഗ്രഹത്തിന്റെ മുന്നിൽ റബ്ബിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ, അൽ ഖുദ്റത്തുൽ ഇലാഹിയ, ഇലാഹിയായ കഴിവിൽ നിന്ന് റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ വലിയിൽ നിന്നും ഷെയ്ഖിൽ നിന്നും ബീവിയിൽ നിന്നും തങ്ങളിൽ നിന്നും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതേ മക്കാ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളിൽ നടത്തിയ അതേ പ്രവർത്തനം നമ്മുടെ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ, ബറേൽവികൾ, ഇവരെല്ലാം നാട് നീളെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിച്ച് അവരെ ശിർക്കിലേക്കും നരകത്തിലേക്കും തള്ളിവിടുന്നു. ഇങ്ങനെ ശിർക്കിൽ പതിക്കുകയും മറ്റുള്ളവരെ ശിർക്കിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ജനതയെ യഥാർത്ഥത്തിൽ തൗഹീദിലേക്ക് കൊണ്ടുവരുന്ന മുവഹിദുകളാക്കുന്ന ജോലിയാണ് സലഫികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ വസല്ലല്ലാഹു അലാ നബിയ്യ ബഅദ.